പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച വിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ ദുൽഖഅദ മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം. 5 കാര്യങ്ങൾ ഒരിക്കലും ഈ മാസത്തിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെയ്യേണ്ട 5, ചെയ്യാൻ പാടില്ലാത്ത 5 കൂട്ടത്തിൽ നമ്മൾ ഈ മാസത്തിൽ പറഞ്ഞിരിക്കേണ്ട ഒരു ഇസ്തിഗ്ഫാറുണ്ട്. അത് ഭയങ്കര എഫക്റ്റീവായ ഇസ്തിഗ്ഫാറാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ആ ഇസ്തിഗ്ഫാർ ഏതാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ആ ഹാജിമാരോട് നമ്മൾ എങ്ങനെയാണ് അവരെ യാത്രയാക്കേണ്ടത് അതും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും അല്ലാഹു പരിഹാരം തരുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിനും സമാധാനത്തിനുമാക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബിമാരൊക്കെ ഉണ്ട്, അവരോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോവുക, വീട്ടിലേക്ക് പോവുക. അപ്പം നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കാണിച്ചു തരട്ടെ, സ്വർഗത്തിൽ കിടക്കുന്ന ഒരാൾ ഞാനിപ്പോൾ കാണിച്ചു തരട്ടെ. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നബിയെ കാണിച്ചു തരാം, ഞങ്ങൾക്ക് കാണണം, സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയാ പറയുന്നത്. നബി പറഞ്ഞാൽ പിന്നെ അച്ചട്ടാണ്, അത് വലിയൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്ന മനുഷ്യനാണ്. എല്ലാവരും തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു സ്വഹാബിയാണ്, ഒരു അൻസാരിയായ സ്വഹാബിയാണ്. അദ്ദേഹം അറിയപ്പെട്ട ആളൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് അറിയപ്പെട്ട സ്വഹാബിമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അതുപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ്, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇങ്ങനെ റളിയല്ലാഹു തആല അൻഹും വറദു അൻ, ഇതുപോലെ ഒരുപാട് പ്രമുഖരായ സ്വഹാബിമാരുണ്ട്. അപ്പോൾ അവരാരുമല്ല, ഒരു പാവത്താനായ ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോകും. സ്വഹാബിമായി ഇങ്ങനെ നോക്കി, മൈൻഡ് ചെയ്തില്ല, ആയിക്കോട്ടെ. പിറ്റേ ദിവസം അതേ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിൽ കടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെ? സ്വഹാബിമാരോട് കാണിച്ചു തരൂ നബിയെ. അപ്പോഴും കൈ ചൂണ്ടിയപ്പോൾ ഇന്നലെ പോയ അതേ സ്വഹാബി തന്നെ വീണ്ടും പോവുക. 3-ാമത്തെ ദിവസം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിൽ കടക്കുന്ന ആളെ കാണിച്ചു തരട്ടെ? കാണിച്ചു തരാം നബിയെ. നോക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസം പോയി അതേ സ്വഹാബി ഇങ്ങനെ പോകുന്നു. നബി തങ്ങൾ കാണിച്ചു കൊടുത്തു, അയാളാണ്. ആ കൂട്ടത്തിലുണ്ടായ സ്വഹാബി പതിയെ എഴുന്നേറ്റ് ആ പോയ ആളുടെ പുറകെ പോയി. നോക്കുമ്പോൾ ചെല്ലുന്നു, ചെറിയൊരു വീടാണ്. ആ വീട്ടിലേക്ക് കടന്നു. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അതിഥിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞോട്ടെ? അങ്ങനെ ഒരു സ്വഭാവം അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു എന്നാണ്. യാത്രക്കാരായ ആളുകൾ, അല്ലെങ്കിൽ എന്താണ്, ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകളൊക്കെ, അവരൊക്കെ അതിഥികളായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവർക്ക് വീടിൻ്റെ ഒരു സ്ഥലത്ത് കിടക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ആയിക്കോട്ടെ, എന്താ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ വീട്ടിൽ അതിഥിയല്ലേ, അതിഥിയായിട്ട് കഴിഞ്ഞോളൂ. അങ്ങനെ 3 ദിവസം ഈ സ്വഹാബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് കഴിഞ്ഞു എന്നാണ്. 3-ാമത്തെ ദിവസം ആ സ്വഹാബി ചോദിക്കുന്നു, ഈ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ സ്വഹാബിയോട് ചോദിച്ചു, ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ 3 പ്രാവശ്യം കണ്ടപ്പോഴും നിങ്ങൾ സ്വർഗത്തിൻ്റെ അഹലുകാരാണ്, സ്വർഗത്തിൽ കടക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സ്പെഷ്യലായി എന്തെങ്കിലും ഒരു നിസ്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിക്റോ സ്വലാത്തോ ഒക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ സ്വർഗത്തിൻ്റെ അഹലുകാരനാണെന്ന് പറയാനുള്ള കാരണം. പക്ഷേ 3 ദിവസവും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന അതേ ഇബാദത്ത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. നിസ്കാരം, അതുപോലെ സാധാ ഖുർആൻ ഓത്ത്, ദിക്ർ സ്വലാത്തൊക്കെയാണ്. അതല്ലാതെ സ്പെഷ്യലായിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ അഹലുകാരനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ,
ഞാൻ നിങ്ങൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പൊക്കെ തന്നെയാണ് ഞാനും ചെയ്യാറുള്ളത്. സ്പെഷ്യലായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ മനസ്സിൽ ഈ ലോകത്ത്, പ്രത്യേകിച്ച് മദീനയിൽ, ഒരാളോട് പോലും ഒരു വെറുപ്പുമില്ല. എനിക്ക് ആരോടും ഒരു പരാതിയില്ല, എനിക്ക് ആരോടും ഒരു പിണക്കമില്ല. ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു, എല്ലാവരോടും ഇഷ്ടമാണ്. ആരോടും പിണക്കമോ വൈരാഗ്യമോ ദേഷ്യമോ കുശുമ്പോ അസൂയയോ ഒന്നുമില്ല. ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, ഒരുപക്ഷെ ഈ സ്വഭാവം കൊണ്ടാവാം 3 പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാനുള്ള കാരണം ഈ ഒരൊറ്റ സ്വഭാവമാവാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത് പരിശുദ്ധമായ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ദുൽഖഅദ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിലാണ്, ദുൽഖഅദ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 5 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരോട് പിണക്കം, മറ്റുള്ളവരോട് വാശി, മറ്റുള്ളവരോട് അസൂയ അത് ഉണ്ടാവാൻ പാടില്ല. സാധാരണ മാസം പോലെയല്ല, ഇത് അള്ളാഹു ആദരിച്ച മാസമാണ്, ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ മറ്റുള്ളവരോട് അസൂയയോ കുശുമ്പോ അതുപോലെ തന്നെ ദേഷ്യമോ വെച്ചാൽ അത് ഭയങ്കരമായ ശിക്ഷയായിട്ട് നമുക്ക് തന്നെ അത് വിനയാകും. അതുകൊണ്ട് ആരോടും ദേഷ്യമോ വഴക്കോ വെക്കരുത്. ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റേണ്ട ഒരു മാസമാണ് ഈ ദുൽഖഅദ മാസം. ദുൽഖഅദ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, 1, മറ്റുള്ളവരോട് പിണക്കം പാടില്ല, മറ്റുള്ളവരോട് ദേഷ്യം പാടില്ല. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അവരോട് തന്നെ പറഞ്ഞ് അത് തീർക്കുക. ഇപ്പോൾ ഒരാൾ നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞു, നമുക്ക് ദേഷ്യമുണ്ടായി, നമ്മൾ അയാളോട് ചോദിക്കേണ്ട നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞോ, അങ്ങനെ നേരിട്ട് ചോദിച്ച് ആ കാര്യം പറഞ്ഞു തീർക്കുക. അതല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഒരുപാട് എന്താണ് മനസ്സ് ദുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം പാടില്ല. രണ്ടാമത്തേത്, നിസ്കാരം ഒന്നുപോലും ഖളാ ആക്കാൻ പാടില്ല ഈ ദുൽഖഅദ മാസത്തിൽ. കാരണം മറ്റു മാസങ്ങളെ പോലെയല്ല, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ്. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ, അതായത് നിസ്കാരം ഖളാ ആക്കിയാൽ, മറ്റ് ദുഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിസ്കാരം ഖളാ ആക്കരുത്. മൂന്നാമത്തേത്, സ്വതക്ക തടയരുത്. ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മൾ കൊടുക്കണം. അത് ഭക്ഷണമാണെങ്കിൽ, വെള്ളമാണെങ്കിൽ, വസ്ത്രമാണെങ്കിൽ, പൈസ ആണെങ്കിൽ, ഇനി ഒന്നും പറ്റുന്നില്ല, നല്ല വാക്കെങ്കിലും പറഞ്ഞ് മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുണപ്രദമാണ്. അത് ദുൽഖഅദ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്ത്? സ്വതക്ക കൊടുക്കുക. പിന്നെയോ നാലാമത്തെ ഒരു കാര്യം, സുന്നത്തുകൾ അത് നിസ്സാരമാക്കരുത്. പലരും അസുന്നത്തല്ലേ, സുന്നത്ത് നോമ്പല്ലേ, സുന്നത്ത് നിസ്കാരമല്ലേ? ഒരിക്കലുമല്ല, സുന്നത്താണല്ലോ, സുന്നത്തല്ലേ, അങ്ങനെ ചിന്തിച്ച് ആ കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ഉളുഹിയ്യത്ത്, അല്ലേ? ദുൽഖഅദ മാസം കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ മാസമാണ്. അപ്പോൾ ഈ ദുൽഖഅദ മാസത്തിൽ തന്നെ നമ്മുടെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, പിന്നെ അതിൻ്റെ മൃഗത്തെ അന്വേഷിക്കുക, അതിൻ്റെ പൈസകൾ കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു മാസമാണ് ദുൽഖഅദ മാസം. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യത്തിൽപ്പെട്ടതാണ് ഈ മാസത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. അള്ളാഹു ആദരിച്ച മാസമാണ്, അള്ളാഹു ബഹുമാനിച്ച മാസമാണ് ഈ ദുൽഖഅദ മാസം എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു ദിവസം ഖുർആനിലെ ഒരു പേജെങ്കിലും ഓതണമെന്നാൽ, അല്ലെങ്കിൽ ഖുർആൻ നമ്മളോട് പിണങ്ങുമെന്നാൽ, ചില വസ്തുക്കൾ നമ്മളോട് പിണങ്ങും. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ. ഖുർആൻ പിണങ്ങും. എങ്ങനെ? ഖുർആൻ ഓതാൻ സമയം കിട്ടിയിട്ടും ഒരു പേജ് പോലും ഒരു ദിവസം ഖുർആൻ ഓതിയില്ലെങ്കിൽ ഖുർആൻ നമ്മളോട് പിണങ്ങും. ഇനിയിപ്പോൾ ഒരു പേജ് നമുക്ക് സെപ്പറേറ്റ് ഓതാൻ പറ്റിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, അതൊക്കെ നമ്മൾ പറ്റുന്നത് പോലെ ഓതുക. പിന്നെയോ മറ്റൊരു കാര്യം, ചെയ്യേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇന്നൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞു തരട്ടെ. ഏതാണ് ആ ഇസ്തിഗ്ഫാർ എന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഭയങ്കര എഫക്റ്റീവാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ നിന്നിലേക്ക് ഏറ്റുപറയുകയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, നീ കരുണ ചൊരിയുന്നവനാണ്.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആ ഇസ്തിഗ്ഫാർ മുടങ്ങാതെ പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പിന്നെയോ മറ്റൊരു കാര്യം, ചെയ്യേണ്ട കാര്യത്തിൽ പെട്ടതാണ് ദിക്റുകൾ അധികമാക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ 100,000 ദിക്റുകളുണ്ട്. അറിയാവുന്ന ദിക്റുകളൊക്കെ ഇങ്ങനെ പരമാവധി അധികരിപ്പിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഹാജിമാരെ സന്ദർശിക്കുക, അവരെ യാത്രയാക്കുക. ഈ മാസം ഒരുപാട് ഹാജിമാർ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ നിന്നും പോവുകയാണ്, ഹജ്ജിനായി പുറപ്പെടുകയാണ്. അവിടെ ഹജ്ജിനായി പുറപ്പെടുന്നതിന് മുമ്പ് ആ ഹാജിമാരെ ചെന്ന് കണ്ട് അവരുടെ കരങ്ങൾ പിടിച്ച് അവരെ മുസാഫഹ ചെയ്ത് മുആനക ചെയ്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ. കാരണം ഹാജിമാരെന്ന് പറഞ്ഞാൽ, ഹജ്ജുമ്മമാരെന്ന് പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരല്ല, അവർ അല്ലാഹുവിൻ്റെ അതിഥികളാണ്. അല്ലാഹുവിൻ്റെ വിളിയാളം കേട്ടുപോകുന്നവരാണ്, അല്ലാഹുവിൻ്റെ വിരുന്നുകാരാണ്, അല്ലാഹുവിൻ്റെ അതിഥികളാണ്. അവർ സ്പെഷ്യൽ കാറ്റഗറി ഉള്ളവരാണ്. അവരൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും അവർ ഹജ്ജ് ചെയ്തിട്ടില്ല, അവർ ഉംറ ചെയ്തിട്ടില്ല, അവർ ഹറം കണ്ടിട്ടില്ല, അവർ തവാഫ് ചെയ്തിട്ടില്ല, അവർ സഫാ മർവക്കടയിൽ നടന്നിട്ടില്ല, അവർ സംസം വെള്ളം കുടിച്ചിട്ടില്ല, അവരിപ്പോൾ ഹജ്ജ് ചെയ്തിട്ടില്ല, അവരിപ്പോൾ നമ്മുടെ നാട്ടിലാണുള്ളത്. എങ്കിലും അവർ ഹാജിമാരെ പോലെയാണ്. ഹജ്ജിനായിട്ട് പോകാൻ മനസ്സിൽ കരുതിയ ഒരാള്, അയാൾ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പെങ്ങാനും മരിച്ചു പോയാൽ അയാളും ഹാജിയെ പോലെയാണ്. അയാൾക്കും നാളെ പരലോകത്ത് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന നമ്മുടെ അയൽവാസികളുണ്ട്, വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, നമുക്കറിയാവുന്നവരുണ്ട്. അവരുടെ അടുക്കൽ ചെല്ലുക, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറയുക. അവർക്ക് വേണ്ടി നമ്മൾ ദുആരക്കുക. എങ്ങനെ? ഹാജിമാർക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂല വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ. നമ്മുടെ വൈകുന്നേരത്തെ ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ ഈ ദുആ ഉൾപ്പെടുത്താറുണ്ട്. ഇത് കൃത്യമായി ഹാജിമാർക്ക് വേണ്ടി ചെയ്യേണ്ട ദുആയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഈ മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുമൊക്കെ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫിന്റെ ചാരത്തെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തും സലാമും പറയാൻ, മനമുരുകി പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അല്ലാഹു നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.